പീഡന പരാതിയിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. തിരുവനന്തപുരം വലിയമല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. അതോടൊപ്പം തന്നെ നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പരാതികളുമുണ്ട്. എഫ്ഐആർ നേമം പോലീസിന് കൈമാറി. 20 പേജുള്ള മൊഴിയിൽ രാഹുലിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആണ് ഉള്ളത്. അശാസ്ത്രീയ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു. മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗർഭനിരോധന മരുന്ന് രാഹുലിന്റെ സുഹൃത്തു മുഖേന എത്തിച്ചു നൽകി. മരുന്നുകൾ കഴിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തി എന്നിങ്ങനെയാണ് പെൺകുട്ടിയുടെ മൊഴി. യുവതി രഹസ്യമൊഴി ഇന്ന് നൽകിയേക്കും. കേസിൽ കുരുക്കുമുറുകിയതോടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ എവിടെയാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഡാൻ കുര്യൻ, ഡാനി പോൾ, ടി.ജി. സജിത്തൊപ്പം ശശിനാരായണൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി നിയമവഴിയിലേക്ക് കടക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. നിർണായകമായ വെളിപ്പെടുത്തലുകൾ യുവതി നടത്തിയിട്ടുണ്ട് അന്വേഷണ സംഘത്തോടെ എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായി ഇപ്പോൾ നിലനിൽക്കുന്നത് നിർബന്ധിത ഗർഭഛിദ്രം എന്നതല്ലേ? അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. 16 ആഴ്ച പിന്നിട്ടതിന് ശേഷം, അതായത് 4 മാസം പിന്നിട്ടതിന് ശേഷമാണ് ഈ ഗർഭചിത്രത്തിന് ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം താൻ ഗർഭിണിയാണ് എന്ന വിവരം രാഹുലിനോട് യുവതി പലതവണ പറഞ്ഞിട്ടും രാഹുൽ അത് വിശ്വസിച്ചിരുന്നില്ല. വിവാഹം കഴിക്കാനുള്ള ഒരു സമ്മർദ്ദം എന്ന് മാത്രമാണ് രാഹുൽ കരുതിയിരുന്നത്. പക്ഷേ 16 ആഴ്ച പിന്നിട്ടതോടെയാണ് ഇതിന്റെ ഗൗരവം മാറുന്നത്. അങ്ങനെയാണ് ഏത് വിധേനയും ഗർഭം അലസിപ്പിക്കുക, ഗർഭചിത്രം നടത്തുകയെന്നൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തുകയും അതിനുവേണ്ടി വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഈ യുവതിക്ക് മേൽ ചെലുത്തുകയും ചെയ്തത്. അങ്ങനെ ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി 2 മരുന്നുകൾ, അതായത് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ അല്ലെങ്കിൽ മരുന്നുകൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ നിന്നോ കൃത്യമായി ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ കൊടുക്കാൻ കഴിയാത്ത മിഫപ്രിസ്റ്റോൺ, അതോടൊപ്പം മിസോപ്രോസ്റ്റോൾ, ഇങ്ങനെ 2 മരുന്നുകൾ സുഹൃത്തിന്റെ മുഖേന, രാഹുലിന്റെ അടുത്ത സുഹൃത്ത് മുഖേന കൊടുത്തയക്കുന്നു. അതിനുശേഷം ഇതിൽ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത് വീഡിയോ കോളിലൂടെ നിർബന്ധിച്ച് യുവതി മരുന്ന് കഴിച്ചുവെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. 3 ദിവസത്തെ ഇടവേളയ്ക്കകത്താണ് ഈ 2 മരുന്നുകൾ, 3 ഡോസുള്ള 2 മരുന്നുകൾ കഴിക്കുന്നത്. അങ്ങനെ ഈ മരുന്നുകൾ കഴിച്ചതിന് പിന്നാലെ യുവതിയുടെ രക്തസ്രാവം അനിയന്ത്രിതമായി. അങ്ങനെയാണ് ഇവർ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. അവിടെ ഈ യുവതി ചികിത്സ തേടിയെത്തിയ ആശുപത്രിയിലെ ഡോക്ടർ വലിയ തരത്തിൽ ഈ യുവതിയെ വഴക്ക് പറഞ്ഞതിന് ശേഷം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത്, ആരാണ് ഈ മരുന്ന് എത്തിച്ചത് നൽകിയതെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും യുവതി അതിന് കൃത്യമായ മറുപടി ഡോക്ടറോട് പറഞ്ഞില്ല. പക്ഷേ കൃത്യമായി ഈ ഒന്നെങ്കിൽ അരയ്ക്ക് താഴേക്ക് തളർന്നു പോവുകയോ അതല്ലെങ്കിൽ ജീവൻ തന്നെ രക്തസ്രാവത്തിലൂടെ നഷ്ടമാവുകയോ ചെയ്യുമായിരുന്ന മരുന്നുകളാണ് ഇതെന്നാണ് ഈ ഡോക്ടർ നൽകിയിരിക്കുന്ന വിവരം. അത്രയ്ക്കും പാർശ്വഫലങ്ങൾ, ഗുരുതരമായ പാർശ്വഫലങ്ങൾ, ജീവൻ വരെ ഹാനികരമാകാവുന്ന തരത്തിലേക്ക് മാറാവുന്ന 2 മരുന്നുകൾ നൽകിയാണ് ഈ ഗർഭചിത്രത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായൊരു നീക്കം നടത്തിയത്. ഇതാണ് ഏറ്റവും പുതുതായി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ നിർബന്ധിത ഗർഭചിത്രം നടത്തിയത് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലിയവിള പോലീസ് കഴിഞ്ഞ ദിവസം ഈ റൂറൽ എസ്.പി മൊഴി 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് വലിയവിള ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം ഇരിക്കുന്നത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അങ്ങനെയാണ് നേമം പോലീസിന് കേസിന്റെ അന്വേഷണം കൈമാറുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഇനിയും പരാതികൾ ഒരുപക്ഷെ ലഭിച്ചേക്കും. സമാനമായ സ്വഭാവമുള്ള പരാതി ഇനിയും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇതിപ്പോൾ 2 പ്രതികൾ അല്ലെ നിലവിലുള്ളത്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് ഗർഭചിത്രത്തിന് അടക്കം നിർബന്ധിച്ചു, ദേഹോപദ്രവം ഏൽപ്പിക്കൽ പോലെയുള്ള കാര്യങ്ങൾ. ഒപ്പം ഈ ഗർഭചിത്രത്തിന് ഉള്ള മരുന്ന് എത്തിച്ചു നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും പ്രതിപ്പട്ടികയിലേക്ക് വരുമ്പോൾ 2 പ്രതികളല്ലേ നിലവിൽ ഉള്ളത്? തീർച്ചയായിട്ടും ഫാർമസി ബിസിനസ് നടത്തുന്ന രാഹുലിന്റെ മറ്റൊരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത്
ഈ മരുന്ന് കൃത്യമായി എത്തിച്ചു നൽകിയത്, ഇവരുടെ കൈവശം ഈ മരുന്ന് എവിടെ നിന്ന് ലഭിച്ചു, അതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇനി കണ്ടെത്തേണ്ടത്. യുവതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മൊഴി ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. കാരണം അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്ന് ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ മരുന്ന് ഏതെങ്കിലും ഡോക്ടർമാരുടെ സഹായത്തോടെയാണോ ഈ യുവതിക്ക് എത്തിച്ചു നൽകിയത്? അങ്ങനെയെങ്കിൽ ആ ഡോക്ടർമാർ അതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും. കാരണം 2 മാസം ഉള്ള സാഹചര്യത്തിൽ ഗർഭചിത്രം നടത്തുന്നത് പോലെയല്ല 16 ആഴ്ചയ്ക്ക് ശേഷം ഗർഭചിത്രം നടത്തുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അതിന്റെ പ്രൊസീജിയറുകൾ പാലിച്ച് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ അൺസയന്റിഫിക്കായി ഏറ്റവും അശാസ്ത്രീയമായ തരത്തിൽ അമിത രക്തസ്രാവത്തിലേക്കും ജീവൻ നഷ്ടമാകാവുന്ന സാഹചര്യത്തിലേക്കും വരെ വഴിവെക്കാവുന്ന തരത്തിലായിരുന്നു ഈ മരുന്നുകൾ എത്തിച്ചു നൽകിയതെന്നാണ് കണ്ടെത്തൽ. അത്തരം വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സുഹൃത്തിനെ മരുന്നെത്തിച്ച് നൽകിയെന്ന് യുവതി പറയുന്ന ഈ സുഹൃത്തിനെ അടക്കം വിശദമായി തന്നെ ചോദ്യം ചെയ്തേക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. അതിനിടയിലാണ് ഇന്ന് തന്നെ യുവതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യ സ്വഭാവത്തിലുള്ള രഹസ്യമൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. വളരെയധികം മാനസികമായി തകർന്ന അവസ്ഥയിലാണ് ഈ യുവതിയും അവരുടെ കുടുംബവും. അതുകൊണ്ട് അവരുടെ ഒരു കംഫർട്ട് ലെവൽ അനുസരിച്ച് മാത്രമേ തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. ചോദ്യം ചെയ്യലിന്റെ മൊഴിയെടുക്കലിന്റെ ആദ്യഘട്ടം മാത്രമാണ് ഇന്നലെ പൂർത്തിയായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അവർക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുവതി ഒരു ശാരീരികമായും മാനസികമായും ഒരു ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം മാത്രം അത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ആവശ്യമെങ്കിൽ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകുന്നത്. പിന്നീട് 7 മണിയോടുകൂടി ഈ യുവതിയുടെ വസതിയിലെത്തിയ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. 4 മണിക്കൂറോളം നീണ്ട മൊഴി രേഖപ്പെടുത്തലായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടി വരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചാറ്റുകളുടെ വിശദാംശങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, ഒപ്പം ഈ മെഡിക്കൽ വിശദാംശങ്ങൾ, അതായത് ഗർഭചിത്രത്തിന് ശേഷം ബ്ലീഡിംഗ് നിലയ്ക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അതിനുശേഷം അവർ ആശുപത്രിയെ സമീപിച്ചിരുന്നു എന്നതടക്കമാണല്ലോ മനസ്സിലാകുന്നത്. ഇത്തരം വിവരങ്ങളും അടക്കം ഈ അന്വേഷണ സംഘത്തിന് പ്രാഥമികമായി കൈമാറുകയോ അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകുകയോ ചെയ്തു എന്നല്ലേ മനസ്സിലാക്കുന്നത് ഡാൻ? അഭിലാഷ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് ഇതിന്റെ അന്വേഷണം ഔദ്യോഗിക തലത്തിൽ, അതായത് ഇരയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയത് ഇന്നലെയാണെങ്കിലും ഈ ആരോപണം ഉയർന്നത് 3 മാസം മുമ്പാണ്. അപ്പോൾ തന്നെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ആ തെളിവുകൾ ഇന്റലിജൻസ് മേധാവിക്ക് കൈമാറുകയും ഇന്റലിജൻസ് മേധാവി അത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ദ്രുതഗതിയിലേക്ക് മാറിയതും അതിൽ കൃത്യമായി ഒരു ബോധ്യം, അതായത് നേരത്തെ തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു ഇന്റലിജൻസ് വിഭാഗം. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ശേഖരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോൾ ഒരു വിലങ്ങുതടിയായി മാറിയത് ഈ പരാതിയുമായി ഈ യുവതി രംഗത്തെത്താതിരുന്നതാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഈ വനിതാ IPS ഉദ്യോഗസ്ഥ, തിരുവനന്തപുരം റേഞ്ചിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ യുവതിയുമായി 3 തവണ ഫോണിൽ സംസാരിച്ചു. 3 തവണയും ഫോണിൽ വിളിച്ച് ഇവരുമായി വളരെ സൗഹാർദ്ദപരമായ തരത്തിൽ ഇതിൽ തുടർ നിയമ നടപടികൾക്ക് യുവതി സന്നദ്ധയാണോ എന്നുള്ള കാര്യം ചോദിച്ചറിഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനോ അതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനോ യുവതി തയ്യാറായിരുന്നില്ല. അതിന് കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല താൻ. അതുകൊണ്ട് സാവകാശം വേണമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിൽ വളരെ പ്രകോപനപരമായ ഒരു ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെയാണ് ഈ യുവതി താൻ വിശ്വസിച്ചതുപോലെ അല്ല കാര്യങ്ങൾ, അങ്ങനെ മുമ്പോട്ട് പോകില്ല എന്ന് തിരിച്ചറിയുകയും ഈ യുവതിക്കെതിരായ സൈബർ അധിക്ഷേപം വലിയ തരത്തിൽ അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണ് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിക്കൊണ്ട് അടിയന്തര അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ തനിക്ക് നീതി ലഭ്യമാക്കി തരണമെന്ന യുവതിയുടെ പരാതിയിൽ സർക്കാർ സമാനമായ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തിരിക്കുന്നു. യെസ്, ഇപ്പോൾ ഡാനി പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി ഇതിനെ നേരിടുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം FB പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ്, ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും സത്യം തെളിയിക്കും, സത്യമേവ ജയതേ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. പക്ഷേ രാഹുൽ ഇപ്പോഴും എവിടെയാണ് എന്നതിൽ വ്യക്തതയില്ല. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഈ വാർത്ത പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് കണ്ണാടി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടം സജീവവുമായിരുന്നു. ഇനിയിപ്പോൾ
മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയല്ലേ നിയമപരമായി രാഹുലിന്റെ അടുത്ത നീക്കം?